പത്തനംതിട്ടയിലെ കോന്നി കല്ലേലിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. ഓടി രക്ഷപ്പെടുന്നതിനിടെ എസ്റ്റേറ്റ് മാനേജർ വീണ് അദ്ദേഹത്തിന് പരിക്കേറ്റു. എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്, പറയൂ. ജയശങ്കർ, കേട്ടു. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും വീണ്ടും ഒരു കാട്ടാനാക്രമണം കൂടി കല്ലേലി ഭാഗത്തു നിന്ന് വരികയാണ്. ഇത്തവണ കല്ലേലി എസ്റ്റേറ്റിലെ ഫീൽഡ് ഓഫീസർ വിദ്യാധരന് നേരെയാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 6:30 ഇത്തരത്തിൽ പ്രദേശത്തെ ഫീൽഡ് വിസിറ്റിന് പോയതായിരുന്നു വിദ്യാധരൻ. ഇതിനിടയിലാണ് പൊടുന്ന ഇദ്ദേഹത്തിൻ്റെ ബൈക്കിനടുത്തേക്ക് കാട്ടാന ഓടിയെത്തത്. ആ ഘട്ടത്തിൽ ഈ ബൈക്ക് മറിഞ്ഞ് വിദ്യാധരന് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് പരിക്ക് പറ്റിയത്. എന്തായാലും അദ്ദേഹത്തെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എസ് കെ, ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഈ പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ, ഈ കോന്നി ഉൾപ്പെടെ കല്ലേലി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിരന്തരമായി കാട്ടാനകൾ മനുഷ്യർക്ക് നേരെ പാഞ്ഞടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൃഷി ഉൾപ്പെടെ എത്തി നശിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ ഉദ്യോഗസ്ഥർ വനം വകുപ്പിനോട് നിരവധി തവണ പരാതി പറഞ്ഞതാണ്. കോന്നിയിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന ആനകളെ തുരത്താൻ വനം വകുപ്പും നാട്ടുകാരും ഒക്കെ ചേർന്ന് സ്പെഷ്യൽ ഡ്രൈവ് ഉൾപ്പെടെ നടത്തി. ആ ഘട്ടത്തിൽ ചില ആനകളെ, ഈ ആനകളുടെ സഞ്ചാരപാത ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇത്തരത്തിൽ ഇവയെ തുരത്താനുള്ള വഴികൾ വനം വകുപ്പ് നടത്തിയത്. പക്ഷേ എന്നിട്ട് പോലും ഈ പ്രദേശത്തും വനമേഖലയോട് ചേർന്നുള്ള ഈ കല്ലേലി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിരന്തരമായി ഇത്തരത്തിൽ ഇങ്ങനെ കാട്ടാനകൾ വന്നിറങ്ങുകയാണ്. അത് പൊതുജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ കല്ലേലി എസ്റ്റേറ്റിലെ സംഭവത്തിൽ എസ്റ്റേറ്റ് ജീവനക്കാരൻ വിദ്യാധരന് ഗുരുതരമായ പരിക്കുകളില്ല. അദ്ദേഹം പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നത് ആശ്വാസകരമാണ്. അപ്പോഴും ഈ കാട്ടാനാക്രമണം, കാട്ടാനകളുടെ സ്ഥിരമായിട്ടുള്ള വരവ്, അത് ജനങ്ങൾക്ക് വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു.